അപ്പോൾ ഇന്ന് ചിങ്ങം 1 എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമൃദ്ധിയുമായ ദിനങ്ങളായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ ഏകാദശി വ്രതവും പിന്നെ നമ്മുടെ വരലക്ഷ്മി വ്രത പൂജയും കൂടെയാണ്. അപ്പോൾ വരലക്ഷ്മി പൂജ വൈകുന്നേരം സന്ധ്യയ്ക്കാണ് ഞാൻ നടത്തിയത്. പകൽ നടത്തുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ കടയിലൊക്കെ പോകുന്നത് കൊണ്ട് സന്ധ്യാസമയത്താണ് നമ്മൾ നടത്തിയത്. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തേക്കാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഏകാദശിയായിട്ട് ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു കേട്ടോ. 3:15 എഴുന്നേറ്റു. അപ്പോൾ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞ് എന്തിനാ ഈ 3:15 എഴുന്നേക്കുന്നത്. പിന്നെ ഒരു 5-10 മിനിറ്റും കൂടെ അങ്ങ് കിടന്നു, വെറുതെ കിടന്നിട്ട് ഉറങ്ങിയൊന്നുമില്ല. പിന്നെ ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ കുളിയും നനയും പിന്നെ തൂത്തുവാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് ചായയൊന്നും കുടിക്കാൻ പോയില്ല ഇടയ്ക്ക് കേട്ടോ. വ്രതമല്ലേ, അപ്പോൾ അതുകൊണ്ട് അതും ഏകാദശിയും ലക്ഷ്മി പൂജയല്ലേ, അതുകൊണ്ട് അതിൻ്റെയും കൂടെ വ്രതം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുളിച്ചതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഒരു 4:30 ആയപ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കാൻ എനിക്ക് പറ്റി. കുളിച്ച് വന്നതിന് ശേഷം ആദ്യമേ ഞാൻ പൂജാമുറി പോയി. ഇന്നലെ നമ്മൾ വെക്കത്തില്ലേ പൂക്കൾ, അപ്പോൾ ആ പൂക്കളും തിരിയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വിളക്ക് നല്ലതുപോലൊന്ന് തുടയ്ക്കാൻ വേണ്ടി വേറെ ഒരു തുണി പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നല്ല തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ എണ്ണയും തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് വിഷ്ണു സഹസ്രനാമം 6 മണിക്ക് മുമ്പ് ചൊല്ലിയാൽ നല്ലതെന്ന് പറഞ്ഞ് കേട്ടു. പക്ഷേ അത് കറക്റ്റാന്ന് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ വിഷ്ണു സഹസ്രനാമം ദിവസം ചൊല്ലിയാൽ നല്ലതാണ് കേട്ടോ. ആദ്യമേ നമുക്ക് ഇച്ചിരി വിഷമം കാണും വാക്കുകളൊക്കെ, പക്ഷേ വായിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ സ്പീഡാവും. നമുക്കൊരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റും. എപ്പോൾ വേണേലും സഹസ്രനാമം ചൊല്ലാം. 6 മണിക്കെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഒന്നുകൂടെ നല്ലത്. നമ്മൾ ബ്രഹ്മയാമത്തിൽ എന്ത് ചെയ്താലും ഫലിക്കുമെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോ അക്ഷരം വായിക്കുമ്പോഴും നല്ല കറക്റ്റിന് തെറ്റാതെ വായിക്കാൻ നോക്കണം. തെറ്റ് വരുമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ തെറ്റുമെന്നും പറഞ്ഞ് വായിക്കാതിരിക്കേണ്ട, വായിച്ച് തന്നെ പഠിക്കണം. പിന്നെ ലളിത സഹസ്രനാമം പിന്നെ ശിവസഹസ്രനാമം ഒക്കെ ചൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ കടയിലോട്ട് പോയി. കടയിൽ പോയിട്ട് വന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. ലക്ഷ്മി പൂജയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കൊരു സംശയമായിരുന്നു. കടയിൽ നല്ല തിരക്കായിരുന്നു. ഏതായാലും ഞാൻ 4:45 വീട്ടിൽ വന്ന് ഓടിപ്പോയി കുളിച്ച് അവിടെ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ പോയി സാരി ഉടുത്തുകൊണ്ട് വന്നത്. ലക്ഷ്മി പൂജയ്ക്ക് സാരി തന്നെയാണ് ഉടുക്കണമെന്നാണ് ഞങ്ങളുടെ ഇതിൽ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സുമംഗലിയിൽ ലക്ഷ്മി ദേവിയെ പോലെ തന്നെ നമ്മൾ ഒരുങ്ങണമെന്നാണ് കേട്ടോ. സാരിയൊക്കെ ഉടുത്ത് പൂക്കളൊക്കെ വെച്ച് അതുപോലെ വളയും മാലയും എല്ലാം ഇട്ട് നല്ലതുപോലെ ഒരുങ്ങി നമ്മൾ വേണം പൂജയ്ക്ക് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെ ഞാൻ ഏകാദശി വ്രതത്തിന് സാധാരണ ഫ്രൂട്ട്സൊക്കെ നിവേദ്യമായിട്ട് വെക്കുന്നതാണ്. വൈകുന്നേരം വെക്കുന്നത് കൊണ്ട് ഞാൻ രാവിലെ വെച്ചില്ല. അതുപോലെ തന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഏകാദശി ദീപവും കൊളുത്തി. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഏത്തയ്ക്ക വാങ്ങിച്ച്, മുസമ്പി വാങ്ങിച്ച്, കുഞ്ഞാപ്പിൾ വാങ്ങിച്ച്, പിന്നെ ഈന്തപ്പഴം, കശുവണ്ടി, നമുക്ക് എന്ത് വേണേലും വെക്കാം കേട്ടോ. എത്ര നിറച്ച് വെച്ചാലും നമുക്ക് മനസ്സിന് സന്തോഷം വരും. അതുപോലെ ഭഗവാനും തൃപ്തിയാകും. അപ്പോൾ ഒരൈറ്റം വെച്ചാലും കുഴപ്പമില്ല, ഭഗവാൻ ഇഷ്ടമാണ് കേട്ടോ. ഭഗവാൻ അങ്ങനെ എല്ലാ മനുഷ്യരും ഭഗവാന്റെ മുമ്പിൽ ഒന്നാണ്. മനുഷ്യർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിപ്പ് കാണിക്കുന്നതും. പണത്തിൻ്റെ പേരിൽ പണമുള്ളവർ മാറി പാവപ്പെട്ടവർ വേറെ നിർത്തും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ മനുഷ്യർ തന്നെയാണ് കേട്ടോ. അല്ല ദൈവത്തിന് ഒരു പന്തിപക്ഷവും ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒതുക്കി വെച്ചിട്ട് അഷ്ടമംഗല്യം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സ് കൂടാതെ നമ്മൾ റോസാപ്പൂവാണ് ദേവിയെ പൂജിക്കാൻ വേണ്ടി ചുമന്ന റോസയാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് മുല്ലപ്പൂ എല്ലാം ഒരുക്കി വെച്ചു. ഇനി സന്ധ്യാസമയത്ത് നമുക്ക് പൂജ തുടങ്ങാം. സർവഭൂതേഷു ബ്രഹ്മരൂപിണീ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമോ നമഃ. യാ ദേവി സർവഭൂതേഷു രുദ്രരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.
യാ ദേവി സർവഭൂതേഷു സ്ഥിതി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ആദ്യമേ ഞാൻ ചൊല്ലിയത് ഞങ്ങളുടെ ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ സ്തോത്രമാണ് ആദ്യമേ ചൊല്ലിയത്. പിന്നെ നമ്മുടെ ഗുരുവന്ദനം അവരവർക്ക് ഇഷ്ടമുള്ള ഗുരുവന്ദനം, ഗുരു ആരാന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഗണപതിയുടെ 2-3 ശ്ലോകങ്ങൾ ചൊല്ലാം. പിന്നെ സരസ്വതിയുടെ ശ്ലോകങ്ങൾ, പിന്നെ ദേവിയുടെ, പിന്നെ മഹാദേവൻ, പിന്നെ കൃഷ്ണൻ്റെ, പിന്നെ വിഷ്ണുവിൻ്റെ, അങ്ങനെ ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് ഇത്രയും ചൊല്ലിയതിന് ശേഷം നമുക്ക് പൂക്കൾ അർപ്പിച്ച് നമുക്ക് പൂജ തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചൊല്ലുന്നത് മഹാലക്ഷ്മി അഷ്ടോത്തര നാമാവലിയാണ്. അത് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ 2 നാമാവലി ഞാൻ ചൊല്ലി. പിന്നെ ദുർഗ അഷ്ടോത്തര നാമാവലി സ്തോത്രമല്ല, നാമാവലിയാണ്. ഓരോ പ്രാവശ്യവും നാമാവലിക്ക് ഓം നമഃ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൂ അർപ്പിക്കും. ആ വിളക്കിലോട്ടാണ് അർപ്പിക്കേണ്ടത്. വിളക്ക് നമുക്കപ്പോൾ മഹാലക്ഷ്മി സാങ്കല്പമാണ് കേട്ടോ. പിന്നെ ഞാൻ ചൊല്ലിയത് ശ്രീ മഹാലസ നാരായണി സ്തോത്രം, പിന്നെ സർവമംഗളമാംഗല്യ ശിവേ സർവാർത്ഥ, അത് 7-8 വരികളുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ശ്രീ കുലദേവത സ്തോത്രം, അത് ഞങ്ങളുടെ കുലദേവതയുടെ എല്ലാ പേരും ചേർത്തുള്ള സ്തോത്രമാണ്. പിന്നെ അഷ്ടലക്ഷ്മി സ്തോത്രം, പിന്നെ നമ്മുടെ ശ്രീ ചണ്ഡിക സപ്ത ശതി സ്തോത്രം, അതാണ് ചൊല്ലി ഞാൻ പൂക്കൾ അർപ്പിച്ചത് കൂടുതലും. പിന്നെ മഹിഷാസുര മർദിനി ഐഗിരി നന്ദിനിയില്ലേ, അത് ചൊല്ലാം. പിന്നെ മഹാലക്ഷ്മി കവചം, ഇത്രയും ചൊല്ലി. 2 ചുമന്ന ചരട് നമ്മൾ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലിയിട്ട്, സ്തോത്രമല്ല നാമാവലി ചൊല്ലിയിട്ട് അത് കെട്ടിടും. എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കയ്യിൽ കെട്ടണമെന്നാണ് ഈ ചരട് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ആർത്തിയൊക്കെ കാണിച്ച് നിവേദ്യങ്ങളൊക്കെ പിള്ളേർക്കും എല്ലാവർക്കും പങ്കിട്ടു. പിന്നെ ഞാനും കുറച്ച് ഒരു പ്ലേറ്റിൽ അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ആഹാരം ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ.